മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സുപ്രധാന വകുപ്പുകൾക്കായി സഖ്യകക്ഷികൾ സമ്മർദ്ദം തുടരുകയാണ്. സ്പീക്കർ സ്ഥാനവും ധനകാര്യ ഗ്രാമവികസന വകുപ്പുകളും വേണമെന്നാണ് തെലുങ്കുദേശം പാർട്ടിയുടെ നിലപാട്. റെയിൽവേയും കൃഷിയും വേണമെന്നാണ് JDUവിന്റെ ആവശ്യം. എന്നാൽ പ്രധാന വകുപ്പുകളായ ആഭ്യന്തര, പ്രതിരോധ, ധനകാര്യ വകുപ്പുകൾ വിട്ടുകൊടുക്കില്ലെന്നാണ് BJPയുടെ നിലപാട്. രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അത് ഏത് രീതിയിൽ നടക്കുന്നു? ഈ ഘടകകക്ഷികളുടെ നിലപാടിൽ എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ ഇതിനോടകം? BJP മുന്നോട്ട് വെച്ച ഫോർമുല, ആ ഫോർമുലയോട് അത്ര ക്രിയാത്മകമായിട്ട് ഘടകകക്ഷികൾ പ്രതികരിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 4 MP-മാർക്ക് ഒരു മന്ത്രിസ്ഥാനം എന്ന വിധത്തിലാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിൽ ഈ ക്യാബിനറ്റ് സഹമന്ത്രി അങ്ങനെയുള്ള ഒരു വേർതിരിവ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആ ഒരു നിർദ്ദേശത്തിന് പ്രായോഗികത ഇല്ല എന്നുള്ളതാണ് ഘടകകക്ഷികൾ പറയുന്നത്. ഇതിൽ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത് 4 ക്യാബിനറ്റ് പദവിയാണ്. 3 ക്യാബിനറ്റ് പദവി കിട്ടിയാലും അദ്ദേഹം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. 3 സഹമന്ത്രി പദവും കൂടി ലഭിക്കണം. ഒപ്പം സ്പീക്കർ സ്ഥാനവും തെലുങ്ക് ദേശത്തിന് വേണമെന്ന് അവർ അവകാശപ്പെടുന്നു. ആകെയുള്ള MP-മാരുടെ എണ്ണം തെലുങ്ക് ദേശത്തിന് 16 ആണ്. JDUവിന് 12 MP-മാരാണ് ഉള്ളത്. അവർ ആവശ്യപ്പെടുന്നത് 3 ക്യാബിനറ്റ് മന്ത്രി പദവും 2 സഹമന്ത്രി പദവും ആണ്. അങ്ങനെ നിലവിലുള്ള സാഹചര്യത്തിൽ BJP ഈ വിഷയത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പീയൂഷ് ഗോയലിനെയാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അശ്വിനി വൈഷ്ണവിനെ നിതീഷ് കുമാറിനെ കാണാനായും സംസാരിക്കാനായും നിയോഗിച്ചിരിക്കുന്നു. ഈ കക്ഷികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിലും BJPക്ക് ചില പരാതികളുണ്ട്. അതിൽ ഈ റെയിൽവേ വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നിതീഷ് കുമാർ. മറുവശത്ത് ധനകാര്യ വകുപ്പ് അടക്കമുള്ളവ ലഭിച്ചാൽ ഉചിതമാകും എന്നുള്ള അഭിപ്രായമാണ് ഈ തെലുങ്ക് ദേശത്തിന് ഉള്ളത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും കൈമാറില്ല എന്ന് ഇതിനകം BJP വ്യക്തമാക്കുന്നു. BJPയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് 3ാം മോദി സർക്കാരിൻ്റെ വരവാണ്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക, അജണ്ടകൾ നടപ്പാക്കുന്നതിനടക്കം ശ്രമിക്കുക എന്നുള്ളതാണ് BJPയുടെ തീരുമാനം. ഇന്ന് ചേർന്ന BJPയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ NDA വിപുലീകരിക്കാനായിട്ടുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ശരി, രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.